സ്നേഹവന്ദനം. വേദിയിലെ സമാരാധരായ സമുന്നത വ്യക്തികൾക്കും മാനസദസ്സിനും എൻ്റെ വിനീതമായ സ്നേഹവന്ദനം. ഇപ്പോൾ 4 മണി ചായയുടെ സമയമാണ്. എല്ലാവരും ചായ കൊണ്ടുവന്നിട്ട് ചായ കഴിക്കണം എന്നുള്ളതാണ് ആദ്യത്തെ റിക്വസ്റ്റ്. ബാക്കിയൊക്കെ ചായ കഴിച്ചിട്ട് പറയാം. പിന്നെ ടൈം സാറ് പറഞ്ഞു അടുത്തതിന് കൂട്ടിയെടുക്കാം. ദീപ പേടിക്കണ്ട, പെട്ടെന്ന് തീർക്കാം. ഒരു 3-4 മിനിറ്റ്സ് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, സോറി. അപ്പോൾ പ്രിപ്പയർഡായിട്ട് സമയം കൂടുതൽ എടുക്കുന്നില്ല, പെട്ടെന്ന് വായിച്ചു പോവാം. ചില അഡീഷൻസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ അഭിനഹാശസ്സുകളും സ്നേഹത്തിൻ്റെ ഊഷ്മതയുമായി വേദിയിൽ സന്നിഹിതരായിട്ടുള്ള പ്രിയപ്പെട്ട ഗോപിനാഥ് സാറിനും ഹരിദാസ് സാറിനും ഇ കെ പിള്ള സാറിനും കൃഷ്ണൻ സാറിനും അഭിബന്ധ സുഹൃത്ത് ഡോക്ടർ മേരിദാസിനും സദസ്സിലെ പ്രഗത്ഭരും ബഹുമുഖ പ്രതിഭകളുമായ കേരള സാഹിത്യവേദി കൂട്ടായ്മയിലെ സർഗ സഹോദരി സഹോദരന്മാർക്കും പിന്നെ നമ്മുടെ ഗ്രീൻ ഫ്ലവർ മാഗ്നം ഓപ്പസ് പാർപ്പിട സമുച്ചയ തറവാട്ടിലെ കുടുംബാംഗങ്ങൾ, പിന്നെ മറ്റെല്ലാവർക്കും നന്ദി, സ്നേഹം. മഹാദേവന്റെ ചൈതന്യധന്യമായ മൈതാനിയിലെ ഈ അക്ഷരനഗരി 27ാമത് കൊച്ചി അന്താരാഷ്ട്ര ഉത്സവോത്സവ വേദി എൻ്റെ അക്ഷോപാസനയ്ക്ക് ഈ വർഷവും അവിസ്മരണീയങ്ങളായ ധന്യനിമിഷങ്ങൾ നൽകി അനുഗ്രഹിച്ചിരിക്കുകയാണ്. സുപരിതമായ ഈ അപരിചിതനെ ഒരു കാസർഗോഡ് എത്തിയ കസ്റ്റമർ ഞാൻ പറയാറുണ്ട്. അപ്പോൾ ഇൻസൈഡർ ഔട്ട്സൈഡർ, സുപരിചിതനായ അപരിചിതൻ നൽകി വരുന്ന പരിഗണനകൾക്ക് നന്ദി, സന്തോഷം, സ്നേഹം. എൻ്റെ 4ാമത്തെ രചനയുടെ ആദ്യ ഫിക്ഷൻ്റെ പ്രകാശനത്തിൻ്റെ ധന്യവേളയിൽ ഒരു വാഗ്ദാനപാലത്തിൻ്റെ ചാരിതാർത്ഥ്യമുണ്ട്. കാരണം പ്രിയ സുഹൃത്ത് മേരിദാസ് കഴിഞ്ഞ വർഷത്തെ യാത്രാസ്മരണകൾ, വിസ്മൃതമാക്ക വിസ്മയങ്ങൾ ഇൻട്രൊഡ്യൂസ് ചെയ്ത് പറഞ്ഞിരുന്നു. ഇതിൽ ചില സ്പാർക്കൊക്കെ കാണുന്നുണ്ട്. ഉണ്ണികൃഷ്ണൻ അടുത്ത പ്രാവശ്യം ഒരു ഫിക്ഷനായിട്ട് വരണം. അപ്പം ഞാൻ മേരിദാസിനും അതുപോലെ മറ്റുള്ളവർക്കും ഒരു പ്രോമിസ് വാഗ്ദാനം കൊടുത്തിരുന്നു. അടുത്ത തവണ ഒരു ഫിക്ഷനുമായിട്ട് ഈ വേദിയിൽ നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ എത്തുമെന്ന്. ഞാൻ എൻ്റെ വാക്ക് വായിച്ചിരിക്കുന്നു. എനിക്ക് ചാരിതാർത്ഥ്യമുണ്ട്. എന്തായാലും കയ്യെന്ന് അടിച്ചെടുത്ത് കയ്യടിച്ചൂടെ സഹോദരിമാരെ? എന്തിനാ ഇങ്ങനെ ബിസ്കി കാണിക്കുന്നത്? എന്നോട് എന്താ വിരോധം ടീച്ചറെ? അപ്പോൾ പെട്ടെന്ന് തീർക്കാട്ടോ. കേട്ടോ, ആവർത്തന വിഷയം ഒഴിവാക്കാം. എൻ്റെ കൈ ഇങ്ങനെയാണ്. ഈ കൈ കൊണ്ടാണ് ഈ 4 പുസ്തകം എഴുതിയിട്ടുള്ളത്. ശ്രദ്ധിക്കോ, കൈ ഇത്രയേ ഉള്ളൂ. ഇതിനെ കൊണ്ട് എഴുതും, ടൈപ്പിയും എല്ലാം ചെയ്യും. 8 വർഷങ്ങൾക്ക് മുമ്പുണ്ടായ ഒരു ബസ്സപകടത്തിൽ വലതുകൈ തകർന്ന് പിന്നീട് ചികിത്സകളുടെ കൽപ്പാതകളുടെ സഞ്ചരിച്ച് ഭാഗികമായി പ്രവർത്തനശേഷി വീണ്ടെടുത്തപ്പോൾ തികച്ചും യാദൃശ്ചികമായി ഒരു നീക്കമോ നിയോഗമോ ആയി അക്ഷരയാത്ര ആരംഭിച്ചതാണ്. പകർന്ന കൈകളുടെ അക്ഷരോപാസന ആദ്യ രചനയായ അതിജീവനത്തിൻ്റെ അനുഭവങ്ങൾ ഇടങ്കൈ വലങ്കൈയോട് പറഞ്ഞത് അത് ഏറ്റവും കൂടുതൽ അറിയുന്നത് കൃഷ്ണൻ സാറിനാണ്. കൃഷ്ണൻ സാർ അതിനെപ്പറ്റി 2 റിവ്യൂസ്, അവലോകനങ്ങൾ എഴുതി. ഒന്ന് ശബ്ദം നൽകിയതാണ് ബൈ വോയിസ്, മറ്റത് അക്ഷരങ്ങളിലൂടെ പ്രിന്റ്. അതായത് ഒന്ന് കണ്ണൂർ മുല്ലക്കൊടി വായനശാലയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്ത് ഓൺലൈൻ വോയിസ് ക്ലിപ്പായിരുന്നു. രണ്ടാമത് പ്രമുഖ പത്രത്തിന് വേണ്ടി സാറ് റിവ്യൂ പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. രണ്ടും ചെയ്ത് കഴിഞ്ഞതാണ്. രണ്ടും സാറിൻ്റെ പ്രോത്സാഹനമായി, ഏറ്റവും വലിയ പ്രചോദനമായി ഞാൻ കരുതുകയാണ്. സാറാണ് അതിൻ്റെ 2 റിവ്യൂസും പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൃഷ്ണൻ സാറിന് അറിയാം. ഇപ്പോൾ രണ്ടാമത്തെ ഓർമ്മക്കുറിപ്പുകളുടെ സമാഹാരമായി ഒരുമിക്കാൻ ഓർമ്മകൾക്കൊപ്പം, മൂന്നാമത്തെ വിസ്മൃതമാകാത്ത വിസ്മയങ്ങളുടെ യാത്രാവിടങ്ങളിൽ വിരുദ്ധകാരിയെ. ഇപ്പോൾ 4ാമത്തെ രചനയുമായി നിങ്ങൾക്ക് മുമ്പിൽ നിൽക്കുമ്പോൾ അവിശ്വസനീയക്ക് അടിവരയിട്ടുകൊണ്ട് ഞാൻ ഓർക്കുന്ന കാര്യം, അതിനു മുമ്പ് സർഗവീഥികളിലൂടെയുള്ള ഒരു യാത്ര എൻ്റെ സങ്കല്പങ്ങളിലോ സ്വപ്നങ്ങളിലോ ഒട്ടും ഉണ്ടായിരുന്നില്ല എന്നതാണ്. അന്ന് അവിടെ അങ്ങനെ. എന്നാൽ കുട്ടികൾക്കും മുതിർന്നവർക്കുമുള്ള തികച്ചും ലളിതമായ എൻ്റെ നോവലിനെ കുറിച്ച് ശ്രദ്ധേയനായ നിരൂപകനും കൂടിയായ എൻ്റെ പ്രിയ സുഹൃത്ത് ഡോക്ടർ മേരിദാസ് പറഞ്ഞതിൽ കൂടുതലായി ഒന്നും തന്നെയില്ല എനിക്ക് പറയാനായി. സൂക്ഷ്മമായ ഒരു അവലോകനമാണ് അദ്ദേഹം നിർവഹിച്ചത്. അപ്പോൾ സാർ എന്നോട് ചോദിച്ചു, മേരിദാസ് ചോദിച്ചു, ഇത് നോവലാണോ? അത് ഞാൻ ആദ്യം ഒറ്റ ഒഴുക്കിനോട് പോയതാണ്. പിന്നെ അത് വായിക്കുമ്പോൾ വിരസത ഒഴിവാക്കാൻ വേണ്ടിയാണ് അത് ചെറിയ ചെറിയ ചാപ്റ്റേഴ്സ് ആക്കിയിട്ട് അതിന് ചെറിയ ടൈറ്റിലുകൾ കൊടുത്ത് രേഖാചിത്രങ്ങൾ കൊടുത്തി വിരസത ഒഴിവാക്കാൻ വേണ്ടിയുള്ള എൻ്റെ ഒരു പരിശ്രമമാണത്. അത് ഏറ്റവും ഫ്രൂട്ട്ഫുള്ളായി. ഇന്ന് ഇപ്പം എനിക്ക് മനസ്സിലായത്, പ്രിയ സുഹൃത്ത് ചോദിച്ചു, ഇത് നോവലാണോ കഥകളല്ലേ എന്ന് ചോദിച്ചു. സെപ്പറേറ്റ് കഥകൾ. അങ്ങനെയല്ല, ഇത് ഒരു നോവൽ തന്നെയാണെന്ന് പറഞ്ഞു. അങ്ങനെ ചിന്തിക്കാൻ ഉള്ളത് എനിക്ക് മറ്റൊരു അംഗീകാരമാണ് പ്രിയ സുഹൃത്ത് നൽകിയത്.
മനസ്സ നമിക്കുന്നു പ്രിയ സ്നേഹിതൻ. നിരൂപണ നൈപുണ്യത്തിൻ്റെ അഗാധകളിൽ നിന്നുള്ള അദ്ദേഹത്തിൻ്റെ അനിതര സാധാരണമായ അതിസൂക്ഷ്മ നിരീക്ഷണങ്ങൾ വ്യത്യസ്ത വീക്ഷണങ്ങളുടെ വാതായനങ്ങൾ തുറന്നിട്ടിരിക്കുകയാണ്. വേറിട്ട അനുഭൂതികളിലേക്ക്, അനുഭവങ്ങളിലേക്ക്. Kudos to his profound observations in his own unique, extraordinary and inimitable style with an excellent diction. Thank you, my dear friend. 1960 രണ്ടാം പകുതിയിലെ ഒരു മുത്തശ്ശിൻ്റെയും 11 വയസ്സുള്ള പേരമകൻ്റെയും മനസ്സിലൂടെയുള്ള ഒരു അക്ഷര യാത്രയാണിത്. വാർദ്ധക്യത്തിൻ്റെ വിഫലതകളും ബാല്യത്തിൻ്റെ കൗതുകങ്ങളുമാണ് നോവലിൻ്റെ ഇതിവൃത്യം. കൂടുതലൊന്നും പറയുന്നില്ല. വായനയ്ക്കും വിലയിരുത്തൽക്കും ഞാൻ ഈ പുസ്തകം നിങ്ങൾക്ക് മുന്നിലേക്ക് നീക്കിവെക്കുകയാണ്. ഔപചാരികതകളില്ലാതെ ഞാൻ എൻ്റെ കർത്തവ്യം നിർവഹിക്കട്ടെ. പ്രിയപ്പെട്ട ഗോപിനാഥൻ സാറിൻ്റെ അനുഗ്രഹാശിസുകൾക്കും സൗമ്യതയും പ്രസന്നതയും സദാ പ്രസരിപ്പിക്കുന്ന ഹരിത സാറിൻ്റെ ഏറെ തിരക്കുകൾക്കിടയിൽ നീക്കിവെച്ച ഈ സ്നേഹ സാന്നിധ്യത്തിനും ഞങ്ങളുടെ കൂട്ടായ്മയായ KSUയുടെ ആചാര്യനും സാരഥിയുമായ DK പിള്ള സാറിൻ്റെ മാർഗനിർദ്ദേശങ്ങൾക്കും എന്നും അക്ഷരവഴികളിൽ പ്രോത്സാഹനമായി ഒപ്പമുള്ള KSU സെക്രട്ടറി കൃഷ്ണ സാറിൻ്റെ സ്നേഹാശംസകൾക്കും പിന്നെ പ്രിയ സുഹൃത്ത് ഡോക്ടർ മേരിദാസിൻ്റെ പരിചയ സമ്പന്നതയാർന്ന പുസ്തക പരിചയത്തിനും ഒരുപാട് നന്ദി. വാക്കുകളിലൊന്നും ഒതുക്കാൻ പറ്റില്ല എന്നറിഞ്ഞുകൊണ്ട് തന്നെ. പിന്നെ ഗോപിച്ചേട്ടൻ പറഞ്ഞു പുസ്തകം എല്ലാ കൊല്ലവും ഗോപിച്ചേട്ടനെ കൊണ്ട് ഞാൻ പുസ്തകം പ്രകാശിപ്പിച്ചേ വിടും. അതിന് മേരിദാസ് തന്നെ പിള്ള ചേട്ടന് മേരിദാസ് തന്നെ ആ പരിചയം നടത്തും. പിള്ള സാർ അധ്യക്ഷത വഹിക്കും. കൃഷ്ണ സാർ ആശംസകൾ തരും. നിങ്ങളൊക്കെ ഇവിടെ ഉണ്ടാവണം. ഈ സഹോദരി സഹോദരന്മാരെ മുമ്പിൽ എനിക്ക് യാതൊരു പേടിയില്ല. ഞാൻ 4 ഇവിടെ 40 ഉള്ളൂ. മരങ്ങോലി സാറ് മുമ്പിലുണ്ട് പ്രചോദനമായിട്ട്. 45 പുസ്തകം എഴുതിയ ആളാണ്. മരങ്ങോലി സാറ് മുമ്പിലുണ്ട് പ്രചോദനമായിട്ട്. 45 പുസ്തകം എഴുതിയ ആളാണ്. വത്സേ ചേച്ചിയുണ്ട്. കയ്യൊക്കെ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പോൾ ശരി. അപ്പോൾ പിന്നെ ജീവിതയാത്ര എഴുതുന്ന പോലെ ഇവിടെ ഭാര്യപ്പെണ്ണ കൂടെ ഉണ്ട്. അക്ഷയയാത്രയിലും എൻ്റെ നീളായ പ്രിയ സഹകർമ്മിണിക്ക് എൻ്റെ സഹയാത്രികയ്ക്ക് ഇവിടെ സ്വാഗതം പറഞ്ഞവർക്ക് പ്രസാദകരായ കാലിക്കറ്റ് ഇൻസൈറ്റ് പബ്ലിക്, പിന്നെ കൊച്ചുമകളുണ്ട് നിർജ്ജന, കുഞ്ഞൂട്ടി, നമ്പൂട്ടി, പ്രാർത്ഥന ചൊല്ലിയ എൻ്റെ കൊച്ചുമകൾ. വാർദ്ധക്യത്തിൻ്റെ ആദ്യ പടികളുടെ വാർദ്ധക്യത്തിൻ്റെ യുദ്ധത്തിലാണ് മേരിദാസ് സുഹൃത്ത് പറഞ്ഞത്. ഞാൻ ഒരു അച്ചാച്ചനാണ് കേട്ടോ. 4ാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയുണ്ട്, കൊച്ചുമകളാണ്. ഞാൻ വാർദ്ധക്യത്തിലാണ് എന്ന് പറയാം. പിന്നെ എങ്ങനെയോ ബൈ ഡ്രസ്സിങ് ഇങ്ങനെയൊക്കെ ജീവിച്ച് തട്ടിമുട്ടി പോകുന്നു. പിന്നെ സർവോപരി പ്രൗഢമായ സദസ്സിലെ ഓരോരുത്തർക്കും മുതിർന്നവർക്ക് തുരുത്തുകൾക്കുമില്ല ചില കുട്ടികളൊക്കെ ഉണ്ട്. ഗ്രീൻ ഫ്ലവർ മാഗ്നം ഓപ്പസ് ഞങ്ങളുടെ പാത്ര സമുച്ചയ തറവാട്ടിൽ നിന്ന് കൂട്ടുകുടുംബത്തിൽ നിന്ന് എല്ലാ തിരക്കുകളും മാറ്റിവെച്ച് ശശിയൊക്കെ എല്ലാവരും ഇങ്ങനത്തെയുള്ള പേര് പ്രത്യേകിച്ചും പറയുന്നില്ല, എടുത്തു പറയുന്നില്ല. ഈ ഞായറാഴ്ച സായാഹ്നത്തിൽ സ്നേഹാശംസകളുമായി ഞങ്ങളുടെ പ്രിയപ്പെട്ട കുടുംബാംഗങ്ങൾക്ക്, പിന്നെ സഹോദരി സഹോദരന്മാർക്ക് ഇത്തവണയും അനുഗ്രഹാശം നൽകിയ പ്രിയപ്പെട്ട വർബാലിക സ്നേഹ വാത്സല്യത്തിന് വേദിയൊരുക്കുന്ന അന്താരാഷ്ട്ര ഉത്സവ സമിതിക്ക് എല്ലാവർക്കും ഹൃദയം നന്ദി. നിർത്തട്ടെ. നന്ദി, നമസ്കാരം.